ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ഇതേപോലെയുള്ള സ്വീറ്റ് സമൂസ ഉണ്ടാക്കലുണ്ടോ? അപ്പോൾ ഇതേപോലെ തേങ്ങ ഫില്ലിങ് വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് ചെയ്തിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നല്ല ടേസ്റ്റുള്ള ഒരു സമൂസേൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇൻഷാല്ലാ നാളെ നമ്മൾ നോമ്പ് തുടങ്ങിയല്ലേ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ റമദാൻ മുബാറക്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് ഒരു 12 ഈത്തപ്പഴം കുരു കളഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കാം. ഇത് സോഫ്റ്റായിട്ടുള്ള ഈത്തപ്പഴമാണ്. ഹാർഡായിട്ടുള്ള ഈത്തപ്പഴമാണെങ്കിൽ ഒരു അരമണിക്കൂർ ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ച ശേഷം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ് ചേർത്ത് കൊടുക്കുക. ഏലക്കായ് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല, ഇത് ചേർത്തിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇനി ഈ ഈത്തപ്പഴം അരയേണ്ട ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഇതേപോലെ ഒന്ന് അരച്ചെടുക്കുക. ഇനി നമ്മൾ ഫില്ലിങ്സ് തയ്യാറാക്കാൻ വേണ്ടി തുടങ്ങാം. ആദ്യം ഒരു കടായി എടുത്തിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഗീ ചേർത്ത് കൊടുക്കുക, പശു നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു വലിയ തേങ്ങ തന്നെ ഞാൻ ചിരണ്ടിയിട്ട് എടുത്തിന്, വലിയ തേങ്ങയാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 2.5 കപ്പോളം വരും. അത് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. ചെറുതായിട്ടൊന്ന് ഗീയും എല്ലാം കൂടിയിട്ട് മിക്സ് ആയിട്ട് വരുമ്പം ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആവും, അങ്ങനെ ആക്കിയിട്ട് എടുക്കാം. ആ സമയത്തിലേക്ക് ഒരു സൂചി ബെല്ലം ഒന്ന് ചെറുതായിട്ട് പൊടിച്ചിട്ട് ഇട്ടെടുക്കുക. ഇത് പൊടിയൊന്നും ഇല്ലാത്ത ബെല്ലമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കുന്നത്. അഥവാ എന്തെങ്കിലും പൊടികൾ ഉണ്ടെങ്കിൽ ഒന്ന് ഉരുക്കിയ ശേഷം ഒന്ന് അരച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയ ശേഷം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഒരു 5-8 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചിട്ട് ഈ വെള്ളം ഒന്ന് ഉരുകാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ആക്കാം. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാനതൊന്ന് തുറന്നോർത്തിന് അത്യാവശ്യം നമ്മളെ വെള്ളം ഒന്ന് ഉരുകി വന്നിന്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഈ വെള്ളം തേങ്ങയുടെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ തേങ്ങ എടുക്കുന്ന അനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി മധുരത്തിന്. ഇനി നമ്മൾ ഈത്തപ്പായം പേസ്റ്റ് ആക്കി വെച്ചിട്ടില്ലേ, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ വെല്ലവും പിന്നെ ഈത്തപ്പായത്തിനും അത്യാവശ്യം നല്ല മധുരമുണ്ട്, അതുകൊണ്ട് എക്സ്ട്രാ പഞ്ചസാര ഒന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന തേങ്ങേൻ്റെ അളവിൽ ഒന്ന് ഈത്തപ്പഴവും വെല്ലയും കൂടിയിട്ട് ചേർത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ആക്കുക. ഇതിലേക്ക് നട്ട്സ് വേണമെങ്കിൽ നട്ട്സ് ഇട്ട് കൊടുക്കുക. ഞാൻ ഇപ്പോൾ നട്ട്സ് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് ഇത് നല്ല ടേസ്റ്റുള്ളൊരു സ്വീറ്റ് ഫില്ലിങ് ഇവിടെ റെഡിയായി. ഇനി നമുക്കിതൊന്ന് കടി റെഡിയാക്കി തുടങ്ങാം. ഞാൻ ഇപ്പോൾ സമൂസ പോലെയാണ് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ മൈദ മാവ് മൈദയും വെള്ളയും കൂടിയിട്ടൊന്ന് മൈദ പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിന്. ഇനി സമൂസേൻ്റെ ഷീറ്റ് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. നിങ്ങൾ റെഡിമെയ്ഡ് വാങ്ങുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇതിപ്പോൾ വീട്ടിൽ തയ്യാറാക്കുന്നത് സിമ്പിളല്ലേ, അതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെയാണ് തയ്യാറാക്കിയത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് നമുക്ക് സമൂസ പോലെ ഒന്ന് ഫിൽ ചെയ്തിട്ട് ഷേപ്പാക്കിയിട്ട് എടുക്കാം. ഇത് സമൂസ പോലെ റോള് പോലെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഷേപ്പ് ചെയ്തിട്ട് എടുക്കുക. ഈ സ്വീറ്റ് ഫില്ലിങ് നല്ല ടേസ്റ്റുള്ള ഒരു ഫില്ലിങ്ങാണ്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് ഞാൻ കോട്ടാൻ തുടങ്ങുന്നുണ്ട്. അതായത് നമ്മൾ സമൂസ ഒന്ന് കോട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നുണ്ട്. ആദ്യം മൈദാപ്പശ എല്ലാവർക്കും അറിയുന്നല്ലേ, സമൂസ കോട്ടാൻ എല്ലാവർക്കും അറിയുന്നല്ലേ, അതേപോലെ ഒന്ന് കൂട്ടിക്കൊടുക്കുക. ഈ തേങ്ങാ ഫില്ലിങ് നമ്മൾ പരിപ്പ് വെച്ചിട്ടും അതേപോലെ തന്നെ മുട്ടയും ഇതിൽ മിക്സ് ആക്കിയിട്ടും അങ്ങനെ ഒരുപാട് രീതിക്ക് ചെയ്യും. ഇതേപോലെ ഈത്തപ്പഴത്തിൻ്റെ പേസ്റ്റൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ളൊരു ഫില്ലിങ്ങാണ്. അപ്പോൾ ഇത് ഫ്രീസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യാനുസരണം പൊരിക്കുകയും ചെയ്യാം. ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുന്നവർക്ക് ഈ സ്നാക്ക് ഫ്രീസ് ചെയ്ത് സൂക്ഷിച്ചിട്ട് ഉപയോഗിക്കാം, ഒന്നും ആവില്ല. അപ്പോൾ ഇത് ഞാൻ ചെറിയ ചെറിയ സമൂസയാണ് കേട്ടോ ചെയ്യുന്നത്. ചെറിയ ചെറിയ സമൂസ ആകുമ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവുക. പിന്നെ നമ്മൾ ഈ സമൂസയായാലും ഏത് ഷേപ്പിൽ റോൾ ചെയ്യുമ്പോഴും വളരെ ചെറിയ രീതിക്കൊന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുത്താൽ മതി. കാരണം ഇത് ചെറുതായിട്ട് നമ്മൾ കഴിക്കുമ്പോഴാണ് നല്ലൊരു അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അതായത് ഒരുപാട് വലിയ സമൂസ എല്ലാം കഴിക്കുമ്പം നമുക്ക് അത്ര വലിയ ഒരുപാട് തിന്നുമ്പോൾ രസം ഉണ്ടാവില്ലല്ലോ. ചെറിയ ചെറിയ രീതിക്ക് ആക്കുമ്പോഴാണ് അത് കാണാനും കഴിക്കാനും ഒരു മൊഞ്ചുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക. പിന്നെ അത്യാവശ്യം ചെറിയ സമൂസയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എല്ലാം ചെയ്തെടുത്തണ്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇത് ഞാൻ പറഞ്ഞ പോലെ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു സ്നാക്കാണ്. ഫ്രീസ് ചെയ്യുന്നവർക്ക് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാം.
ഇനി നമുക്ക് ഓരോന്നും ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഞാൻ ഫസ്റ്റ് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തിന്. അതാണ് ആ ഓയിലിൽ ഒന്ന് പൊടികൾ കാണുന്ന തേങ്ങ ഒന്ന് ഒരു സമൂസൻ്റെ ഇത് ഇളകിപ്പോയിട്ടൊന്ന് ഓയിലിലേക്ക് ഫ്രൈ ആയി പോയതാണ്. അപ്പം നന്നായിട്ട് തന്നെ മൈദ പശ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ നോക്കുക. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇത് നല്ലൊരു ബ്രൗൺ കളറായിട്ട് വന്നിന്. ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് കോരിയിട്ട് ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് നല്ല ക്രിസ്പി ആയിട്ടില്ല. നമ്മൾ ഈ സമൂസേൻ്റെ തൊലി വാട്ടിയിട്ട് ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. വാട്ടാണ്ടൊന്നും ചെയ്യാം, പക്ഷെ വാട്ടിയിട്ട് ചെയ്യുമ്പം നമ്മളെ റെഡിമെയ്ഡ് സമൂസ ഷീറ്റിൽ അതേപോലെ നല്ല ക്രിസ്പിനെസ് കിട്ടും. അപ്പോൾ ഇതാ നമ്മൾ സ്വീറ്റ് ആയിട്ടുള്ള സമൂസ ഇവിടെ റെഡിയായി. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയൊരു പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.